മാംഗല്യസൂത്രം ഭാഗം 11. വീട്ടിലെത്തിയതും അനാമിക അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. അവളുടെ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എല്ലാം ആലോചിച്ച് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. നേരം പുലർച്ചെയായിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. പിന്നീട് എപ്പോഴോ കരഞ്ഞു തളർന്ന് ഉറങ്ങിപ്പോയി അവൾ. രാവിലെ അവളുടെ അമ്മ വന്ന് വിളിച്ചെങ്കിലും അവൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. എത്ര വിളിച്ചിട്ടും ഭക്ഷണം പോലും കഴിക്കാൻ അവൾ കൂട്ടാക്കിയില്ല. അത് ആ വീട്ടിലുള്ളവരെല്ലാവരെയും സങ്കടത്തിലാക്കി. കാരണം ഒരു കിലുക്കാൻ പെട്ടി പോലെ എപ്പോഴും സംസാരിച്ച് കളിയും ചിരിയായി നടക്കുന്ന എല്ലാവരുടെയും കുറുമ്പിയാണ് അവൾ. ഈ മാറ്റം അവർക്ക് താങ്ങാനായില്ല. പതിയെ അവളെ പഴയതുപോലെ ആക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അതിനാദ്യം ഡിവോഴ്സ് നടത്താനുള്ള ശ്രമത്തിലാണവർ. ഡിവോഴ്സിൻ്റെ ആവശ്യത്തിനായി അവർ വക്കീലിനെ കണ്ട് സംസാരിച്ചു. കേസിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. കേസ് കൊടുക്കാൻ പോകുമ്പോൾ അതിന് അനാമിക സമ്മതിച്ചില്ല. വേണ്ട അച്ഛാ, കേസൊന്നും കൊടുക്കണ്ട. എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഞാൻ ശ്രീയേട്ടനെ ഒരുപാട് സ്നേഹിച്ചതല്ലേ, അതുകൊണ്ട് കേസൊന്നും കൊടുക്കണ്ട. വിട്ടേക്ക്, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ. ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എൻ്റെ വിധിയായിരിക്കും. ഇനി എനിക്കിതിൻ്റെ പുറകെ നടക്കാനൊന്നും വയ്യ. എന്നോടിങ്ങനെ ചെയ്തതിന് ദൈവം ചോദിച്ചോളൂ അച്ഛാ. അയാളെടുത്ത എൻ്റെ സ്വർണ്ണം അതൊന്നും ഇനി എനിക്ക് വേണ്ട, ഒന്നും വേണ്ട. എല്ലാവരും എടുത്തോട്ടെ. അങ്ങനെ നന്നായി പോവുകയാണെങ്കിൽ നന്നാവട്ടെ. പക്ഷേ ഇനിയൊരു പെണ്ണിൻ്റെ ജീവിതം അതിന് നശിപ്പിക്കാതിരുന്നാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. അവളോടെല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കാനും അവളെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു കൊണ്ടുപോകാനും തുടങ്ങി. അവൾ വീണ്ടും കോളേജിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും അവൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും അവളെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു. അങ്ങനെയിരിക്കെ ഇന്നാണ് കോർട്ടിൽ പോവേണ്ടത്. ഡിവോഴ്സിൽ ലാസ്റ്റ് സൈൻ ചെയ്യുന്ന ദിവസം. രാവിലെ തന്നെ റെഡിയായി അനാമിക അച്ഛനോടൊപ്പം കോടതിയിലേക്ക് പോയി. മൊത്തത്തിലൊരു നിർവികാരതയായിരുന്നു അവൾക്ക്. കോടതിയിലെത്തിയതും അവൾ കണ്ടു അവിടെ നിൽക്കുന്ന ശ്രാവണയും അവൻ്റെ കൂടെ നിൽക്കുന്ന രാഹുലിനെയും. തന്നെ കണ്ടിട്ടും ഒരു ഭാവഭേദവും അവനുണ്ടായില്ല. അവരെ അങ്ങനെ കണ്ടതും അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ നേരം അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളികൾ അതിലേക്ക് അടർന്ന് വീണു. കരഞ്ഞുകൊണ്ട് തന്നെ അവളത് ഒപ്പിട്ടു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രാവണും അതിലൊപ്പിട്ട് മടങ്ങി. അവൻ മടങ്ങുമ്പോഴും അവളൊന്ന് ആശിച്ചു അവൻ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും, കണ്ടപ്പോൾ എന്തേലും വന്ന് സംസാരിക്കുമെന്നൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടൊരിഷ്ടം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. ഫസ്റ്റ് ലവ് സക്സസ് ആണെങ്കിലും അല്ലെങ്കിലും അത് മറക്കാൻ പറ്റില്ലല്ലോ. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അതൊരു ഓർമ്മയായിട്ട് ഉള്ളിലുണ്ടാവും. ചിലർക്കതൊരു നോവായിരിക്കും, പക്ഷെ ചിലർക്ക് അത് ഓർക്കാൻ ഇഷ്ടമുള്ളൊരു അനുഭൂതി ആയിരിക്കുമല്ലേ, ഒരു സുഖമുള്ളൊരു അനുഭൂതി. ഇവിടെ ഫസ്റ്റ് ലവ് എന്ന് പറയാൻ കാരണം നമ്മുടെ നായിക ഇതുവരെ മറ്റാരും പ്രണയിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ ശ്രീയേട്ടനായിരുന്നു അവളുടെ ഫസ്റ്റ് ലവ്. അതുകൊണ്ട് തന്നെ അവൾ അവനെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു. തിരിച്ച് വണ്ടിയിൽ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവളൊരു തീരുമാനം എടുത്തിരുന്നു. ഇനി അവനെ ഓർത്ത് ഞാൻ കരയില്ല. തെറ്റ് ചെയ്തവനൊരു കുറ്റബോധം ഇല്ലാതെ ഹാപ്പി ആയിട്ട് നടക്കുക. പിന്നെ ഞാൻ എന്തിനു സങ്കടപ്പെടണം? എല്ലാം മറക്കണം, എല്ലാം അവസാനിക്കട്ടെ. ഇതോടുകൂടി എനിക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു കരയണം? എല്ലാം ഇതോടുകൂടി അവസാനിക്കട്ടെ. വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതെല്ലാവരിലും സന്തോഷം പടർത്തി. കാരണം മാസങ്ങളായി എല്ലാവരും അത് കണ്ടിട്ട്. അനാമിക പഴയ പോലെ ആയി. അവളുടെ ജീവിതം അവൾ പതിയെ ആസ്വദിക്കാൻ തുടങ്ങി. കോളേജ് അങ്ങനെ അവസാനിച്ചു. PG എക്സാമൊക്കെ എഴുതി ഹാപ്പി ആയിരിക്കുകയാണ് അവൾ. ഇനിയൊരു ജീവിതം, അതിനെപ്പറ്റി പലരും പറഞ്ഞെങ്കിലും അതവൾക്ക് ഉൾക്കൊള്ളാനായില്ല. ഇനിയൊരു ജീവിതം അതവൾ ആഗ്രഹിക്കുന്നേയില്ല. റിസൾട്ടൊക്കെ വന്നു. അവൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. അവളുടെ അച്ഛൻ്റെ കമ്പനിയിൽ തന്നെ അവൾ ജോയിൻ ചെയ്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവളുടെ ജീവിതം മുമ്പോട്ട് പോയി. തുടരും.